സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സീനറി ഐഡിയ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറാണ് ഇതിൻ്റെ ഏകദേശം ഒരു 80% ഭാഗത്തും യൂസ് ചെയ്യുന്നത് ഈ ഒരു വയലറ്റ് കളറാണ്. അതൊന്ന് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ കളർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം യൂസ് ചെയ്യാതെ കൊടുക്കണേ. വാട്ടർ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അധികം വെള്ളമൊന്നും യൂസ് ചെയ്യാതെ, അതായത് ഒരുപാട് വെള്ളം ആവരുത്, ഒരു മീഡിയം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 80% വയലറ്റ് കളറാണ്. ആ ഒരു 80% പാർട്ടിലും നമ്മൾ ആ ഒരു വയലറ്റ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ബാക്കിയുള്ളൊരു ഭാഗത്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഗ്രീൻ കളർ കൊടുത്ത ഭാഗത്ത് കുറച്ച് ഫ്ലവറൊക്കെ ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് റെഡ് കളറാണ് കേട്ടോ. റെഡ് കളർ ഡയറക്റ്റ് എടുത്തിട്ടില്ല, റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഈസിയാണ് കേട്ടോ. 3 ഇതൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ബ്രഷ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എത്ര പോർഷനിൽ നമുക്ക് ഫ്ലവർ വരയ്ക്കണോ അത്രയും വരയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ള് ഫ്ലവർ ആണെങ്കിൽ അങ്ങനെ വരയ്ക്കാം. നമുക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതേ രീതിക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂവും അതേപോലെ തന്നെ ഗ്രീൻ കളറും ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ വെച്ചിട്ടാണ് എൻ്റെ ലീഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ഇടയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രിങ് ലൈറ്റ് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഒരു സ്ട്രിങ് ലൈറ്റും കൂടെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബൾബ് വേണ്ട പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത ശേഷം പിന്നെ ഓരോ ബൾബുകളായിട്ട് വൈറ്റ് കളർ വെച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പോർഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റായിട്ടുള്ളത് നമ്മുടെ മൂണാണ് കേട്ടോ. മൂണ് വരയ്ക്കാൻ വേണ്ടിയിട്ടും ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ വെച്ചിട്ട് മൂണൊന്ന് ആ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ടൊന്ന് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക്